ഇന്ന് നമ്മൾ നന്ദഗോവിന്ദം ഭജൻസാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ മൊത്തത്തിൽ രണ്ട് ഭാഗത്തായിട്ട് നിൽപ്പുണ്ട്. ഒന്ന് നന്ദഗോവിന്ദം ഭജൻസിനെ അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവരും ഒന്ന് എതിർക്കുന്നവരും. ന്യായീകരിക്കുന്നവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, എതിർക്കുന്നവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. നമുക്ക് ഈ രണ്ടുപേരുടെയും കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ കാര്യം, നന്ദഗോവിന്ദൻ ഭജൻസ് അതിനിടയിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടി എന്നുള്ളതാണ്. അത് പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് അരോചകമാണെന്ന് തോന്നും. അപ്പോൾ വിഷകല ടീച്ചർ എന്ന് പ്രസിദ്ധമായി അറിയപ്പെടുന്ന ആളും എന്നാൽ യഥാർത്ഥത്തിൽ ശശികലയുമായ ടീച്ചർ ഇതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അവർ പറയുന്നത്, മക്കളെ, ഈ നന്ദഗോവിന്ദം ഭജൻസ് നല്ലതാണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ ഇത് പാൽപ്പായസം പോലെ മധുരമുള്ളതാണ്, കണ്ണന് ഇഷ്ടമുള്ളതാണ്. പക്ഷെ അതിൽ ചിക്കൻ മസാല ഇട്ടാൽ അതിനുള്ള രുചി കുറയുമെന്ന് പറഞ്ഞു. അപ്പം ടീച്ചറുടെ ഉപമയൊക്കെ വളരെ ലളിതമാണ്, വളരെ ലാഘവമുള്ളതാണ്, ശരിയുമാണ്. ഈ മതങ്ങൾ തമ്മിൽ കൂട്ടി ഒരു ഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു രീതി നമ്മൾ കുറേ കാലത്തിൻ്റെയൊക്കെ നമ്മൾ കണ്ടുവരികയാണ്. ഈ ഫ്യൂഷൻ നല്ലതാണ്, ഓട്ടെ, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അവർ സെക്യുലറാണ്, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയും കൂടെ ഒന്ന് പാടാൻ തോന്നിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അടുത്ത മൂന്നാമതൊരു വർഷം കൂടുതൽ ന്യായീകരിച്ചുകൊണ്ട് കണ്ടത് നമ്മളേവരും ഏറ്റവും ബഹുമാനിക്കുന്ന കേരളത്തിലെ കവിതയുടെയും സംഗീതത്തിൻ്റെയൊക്കെ കാരണവരായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്നത്, റസൂലെ ആ പാട്ട്, അങ്ങനെ ഞാൻ എഴുതിയ എത്രയോ പാട്ടുകൾ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്കൊരു ക്രൈസ്തവ ഭക്തിഗാനം എഴുതുന്നതിനകത്ത് എന്താ കുഴപ്പം? അതേപോലെ യൂസഫ് അലി കേച്ചേരി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. മലയാളത്തിലെ ഏറ്റവും കൃഷ്ണനെ പറ്റിയുള്ള ഏറ്റവും മധുരതരമായിട്ടുള്ള ഗാനങ്ങൾ എഴുതിയതെല്ലാം യൂസഫ് അലി കേച്ചേരിയാണ്. ഈ കൃഷ്ണനെ പറ്റിയും അയ്യപ്പനെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല പാട്ടുകൾ ഏറ്റവും ഭംഗിയായി പാടിയിട്ടുള്ളതും എന്നും നമ്മൾ കേൾക്കുന്നത് യേശുദാസിൻ്റെയാണ്. അപ്പം ഇവരൊക്കെ ചെയ്തതിനകത്ത് ഒരാൾ സിനിമയാണത്. സിനിമയ്ക്കകത്ത് നമുക്ക് എല്ലാ മതത്തിനെ പറ്റിയിട്ടും പറയാം, അമ്പലത്തിനകത്തും പള്ളിക്കകത്തും നമുക്ക് എല്ലാ മതത്തിനെ പറ്റിയിട്ടും പറയാൻ പറ്റത്തില്ലല്ലോ ശ്രീകുമാരൻ തമ്പി സാറേ. അപ്പോൾ സെക്യുലർ ആകണമെങ്കിൽ മറ്റൊരു പാട്ടും കൂടെ പാടണമെന്നാണ് നിർബന്ധമെങ്കിൽ ഹിന്ദുക്കൾ മാത്രം സെക്യുലർ ആയാൽ പോരല്ലോ എൻ്റെ പൊന്ന് ഷാരിൻ സക്കറിയ സാറേ. സെക്യുലർ ആകുമ്പോൾ നമുക്ക് എല്ലാവരും സെക്യുലർ ആവണ്ടേ? ഇതിനിടയ്ക്ക് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റിയിട്ട് ഉള്ളതാണ്. അദ്ദേഹം എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് കോളേജ് അധ്യാപകനും കൂടെയാണ്. അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കോൾ വരുന്നു. എൻ്റെ കൂടെ ഇരുന്നാൽ എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള അത്ര ഒരു സൗഹൃദം എനിക്കും അദ്ദേഹമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വന്ന കോള് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയുടെ കോളാണ് വന്നത് സൗദി അറേബ്യയിൽ ഈ പുള്ളിക്കാരി ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹജ്ജിന് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ നിന്ന് അനുഗ്രഹങ്ങൾ നേടുകയാണ്. അപ്പോൾ അദ്ദേഹം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദുആ നേരണം, നമ്മുടെ രാജ്യം സെക്യുലർ ആവുന്നതിന് വേണ്ടിയിട്ട് ദുആ ചേരണം. ഇപ്പം ഞാൻ കളിയാക്കി പറഞ്ഞു, നമ്മുടെ രാജ്യം മാത്രമല്ല ലോകത്ത് എല്ലാവരും സെക്യുലർ ആവാൻ വേണ്ടിയിട്ട് ദുആ ചേരണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഫോൺ കട്ട് ചെയ്തിട്ട് അത് വേണ്ട കേട്ടോ അല്ലേ എന്ന് പറഞ്ഞു. അതായത് ഈ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു അജണ്ട ഹിന്ദുക്കൾക്ക് മാത്രം ആവശ്യമുള്ള എന്തോ ഒരു സാധനമാണെന്നാണ് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഹിന്ദുക്കൾ ഒരു സർവമത സമ്മേളനം വിളിക്കുമ്പോഴത്തേക്ക് പാളയത്തുന്ന ഒരു ഇമാമിനെയും ഏതെങ്കിലും ഒരു വെള്ളക്കോട്ടിട്ട് ഒരു അച്ഛനെയും പിടിച്ചുകൊണ്ടോട് ഇരുത്തും, എന്നാലേ അവർക്ക് മനസ്സമാധാനം വരത്തുള്ളൂ. പക്ഷേ ഇത് ഹിന്ദുക്കൾക്ക് മാത്രം ആവശ്യമുള്ള ഒരു സാധനമാണോ സെക്യുലറിസം എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലപ്പോഴും കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്. ശരിക്കും ഒരു കോൺഗ്രസ്സുകാരനായ ഞാൻ RSS അനുഭാവിയാവാനുള്ള ഒരു കാരണം തന്നെ ഈ ലോകത്ത് സെക്യുലറായ എല്ലാ മതങ്ങൾക്കും സ്വന്തമായിട്ടുള്ള പാഠശാലകളുണ്ട്, മതത്തിൻ്റെതായ സ്കൂളുകളുണ്ട്, മതത്തിൻ്റെതായ ആരാധനാലയങ്ങളുണ്ട്. അതൊക്കെ ഭരിക്കുന്നത് അവരാണ്. പക്ഷേ ഹിന്ദുക്കളുടെ ആരാധനാലയം നേരിട്ട് ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും ഭരിക്കുന്നതാണ് സെക്യുലറിസം എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഈ സെക്യുലറിസം എനിക്ക് വേണ്ടാന്ന് തോന്നി. പക്ഷെ എനിക്ക് സെക്യുലറിസം വേണ്ടാന്ന് തോന്നുന്നതിന് മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന മൂരാച്ചി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ
പിന്നെ സെക്യുലറിസം അകത്ത് കയറ്റിക്കളഞ്ഞു. അപ്പോൾ അവരുടെ കൊച്ചുമകൻ എന്നാള് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ചെറിയ പതിപ്പും പിടിച്ചിട്ട് വി ദ പീപ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. ഈ വി ദ പീപ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് അംബേദ്കർ ഉണ്ടാക്കിയ ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് സെക്യുലറിസം എന്നൊരു വാക്ക് ഇല്ലല്ലോ എൻ്റെ രാഹുൽ മോനെ. ഉണ്ടോ? ഞാൻ കണ്ടപ്പോൾ ഇല്ല. ഞാൻ 71 ശേഷമാണ് ഇന്ത്യ സെക്യുലർ ആയത്. 71 വരെ ഇന്ത്യ സെക്യുലർ അല്ലായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ സെക്യുലറാണ്. ഇപ്പോൾ ഈ ചിക്കൻ ബോക്സ് പിടിക്കുന്നവർക്കുള്ള ഒരു കോംപ്ലക്സ് ഉണ്ട്. എല്ലാവർക്കും ചിക്കൻ ബോക്സ് വന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ ചിക്കൻ ബോക്സ് പിടിച്ച അല്ലെങ്കിൽ സെക്യുലറിസം പിടിച്ച എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സെക്യുലറിസം വേണം. അതുകൊണ്ട് ഞാൻ ലോക ആഗോള സെക്യുലറിസത്തിന് വേണ്ടിയിട്ട് ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും സെക്യുലറിസം വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അത് സൗദി അറേബ്യ ആയാലും വത്തിക്കാൻ ആയാലും അവിടെയൊക്കെ നമ്മുടെ സെക്യുലറിസം വേണം. രാവിലെ പോപ്പിൻ്റെ പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഭജഗോവിന്ദം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ ശശികല ടീച്ചർ പറയുന്ന പലതിനോട് എനിക്ക് യോജിപ്പില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ ഭരിക്കേണ്ടത് നമ്മളുടെ ഔചിത്യമാണ്. ഞാൻ എൻ്റെ മറ്റൊരു മതവിഭാഗക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹമായിട്ട് തമാശകൾ പങ്കിടാം, നമ്മുടെ വ്യൂസ് പങ്കിടാം. പക്ഷെ അദ്ദേഹത്തിന് അരോചകമാകുമ്പോഴത്തേക്ക് അത് പാടില്ല. അത് ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞതിനകത്ത് ഒരു വലിയ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു പോയിന്റാണ്. ആ കുട്ടി ഒരു മേനോൻ കുട്ടിയാണ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പള്ളി സ്കൂളിലാണ് പഠിച്ചത്. അതൊരു ലൈസൻസ് ആണോ കൊച്ചേ? നിങ്ങൾ പള്ളി സ്കൂളിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾ പാടുന്നിടത്തെല്ലാം നിങ്ങൾ പിന്നെ ക്രൈസ്തവ ഭക്തിഗാനം കൂടെ ഹിന്ദു ഭജനയ്ക്കകത്ത് തിരികെ കയറ്റേണ്ട ആവശ്യമില്ല. എങ്കിലേ നിങ്ങൾ സെക്യുലർ ആകൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലെ ചെറിയ ചിന്ത കൊണ്ടാണ് തോന്നുന്നത്. ഞാൻ ഒരുപാട് ഇഫ്താർ സംഗമങ്ങളിൽ പോയിട്ടുണ്ട്, ഇഫ്താർ വിരുന്നുകൾക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പലയിടത്തും എൻ്റെ ഒരുപാട് ക്രൈസ്തവ സുഹൃത്തുക്കളുണ്ട്. അവരിടത്തൊക്കെ ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ പറയാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആ പിന്നെ വെള്ളിയാഴ്ച ജുമായുടെ സമയത്ത് ഞാൻ അലാറം വെച്ചവരെ ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ പള്ളിയിൽ അയക്കാറുണ്ട്. ഓരോരുത്തരും അവരവരുടെ വിശ്വാസം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ് സെക്യുലറിസം. ഞാൻ നിങ്ങളുടെ വിശ്വാസം പങ്കിടുന്നതും നിങ്ങൾ എൻ്റെ വിശ്വാസം പങ്കിടുന്നതും അല്ല സെക്യുലറിസം. ഓരോരുത്തരും അവരവരുടെ മതവിശ്വാസങ്ങൾ, അവരുടെ മതം പറയുന്ന കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് അവരവർ ചെയ്യുകയും മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് നമ്മൾ ബോധ്യം വരുമ്പോഴത്തേക്കാണ് നമ്മൾ സെക്യുലർ ആവുന്നത്. അല്ലാതെ ഞാനിപ്പോൾ നമ്മൾ ഒരു ഹൈന്ദവ ഭക്തിഗാന മേള നടക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു അമ്പലത്തിലൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ഇത്തരം കാര്യങ്ങളിൽ ചിട്ടയുണ്ട്. വീണ്ടും ഞാൻ നന്ദഗോവിന്ദം ഭജൻസിന്റെ അടുത്തേക്ക് വരികയാണ്. കാര്യം അവർ ചെയ്തത് ശരിയാണ്. കാര്യം അവർ പറയുന്നതിനകത്തൊരു ന്യായമുണ്ട്. ഒന്ന്, അവർ പൈസ വാങ്ങിച്ചിട്ടല്ല ഈ ഭജന പാടിയത്. ഒരു അമ്പലത്തിന്റെ എന്താ പറയുന്ന പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് ഫണ്ട് രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് അവരത് വാങ്ങിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ ചെയ്തത് വളരെ ശരിയാണ്. കാര്യം അവർ ആരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഒരാളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരാളെ സംരക്ഷിക്കേണ്ടതോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ നമുക്ക് താല്പര്യമില്ല, നമുക്ക് ബാധ്യതയില്ല. അപ്പോൾ ആ കുട്ടികൾ സൗജന്യമായി നടത്തിയ ഒരു ഗാനമേള എന്ന് വിചാരിക്കും. നന്ദഗോവിന്ദൻ ഭജൻസ് ഒരു ബ്രാൻഡായി പോയി. യഥാർത്ഥത്തിൽ അവർ നടത്തിയ ഒരു കാവ്യാർച്ചനയാണ്. അതിനകത്ത് യേശുക്രിസ്തുവിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് നബിയുടെയോ ഗാനങ്ങൾ വരുന്നതിനകത്ത് നമുക്ക് യാതൊരു തെറ്റും പറയാൻ കാരണമല്ല. അപ്പോൾ അവർ ചെയ്തത് ശരിയാണ്. ഒന്ന്. പിന്നെ രണ്ട്, നമുക്ക് വേണ്ടത്, നമുക്ക് ഈ ഒരു നന്ദഗോവിന്ദൻ ഭജൻസ് പോരാ. നമ്മുടെ കുട്ടികൾ, അതായത് ഇപ്പം നമ്മുടെയൊക്കെ ബാല്യകാലത്ത് മണ്ഡലകാലത്ത് നമ്മൾ 41 ദിവസവും അമ്പലങ്ങളിൽ ഭജനയുണ്ട്, ഭജന ട്രൂപ്പുകളുണ്ട്. ഈ ഭജനയായിട്ട് നമ്മൾ വീടുകളിൽ ഭഗവാന്റെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ വോളണ്ടിയറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഭക്തിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മറ്റൊരു മതവിശ്വാസികളുടെ വീട്ടിൽ പോകാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ സെക്യുലറായിട്ടുള്ളവർ പിന്നെ ക്രിസ്മസിൻ്റെ കരോളുമായിട്ട് എല്ലാവരുടെയും വീട്ടിൽ നിർബന്ധപൂർവ്വം കയറി ചെല്ലുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് ശരിയല്ല. നമ്മുടെ സ്വാതന്ത്ര്യം, മറ്റൊരാളുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നിടത്ത് നമ്മുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹത് വാക്യമുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യം തുടങ്ങുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം അവസാനിപ്പിക്കണം. അപ്പോൾ ഇത് ഒരു പൊതുപരിപാടിയായിട്ട് അവർ ചെയ്തപ്പോൾ
അവരങ്ങനെ ഒരു പാട്ട് പാടിയെങ്കിൽ അവരെ കുറ്റം പറയാൻ പാടില്ല. പക്ഷെ നമുക്ക് ഒന്നല്ല, നമുക്ക് ഇതുപോലെ ഒരു 100 ഭജന സംഘങ്ങൾ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭജന സംഘങ്ങൾ നമുക്ക് വേണം. നന്ദഗോവിന്ദൻസ് വെർഷൻ 1 പോരാ, 2, 3, 4, 5, 6 ഒക്കെ വേണം. അപ്പോഴേ ഇത് തമ്മിലുള്ള ഒരു ശരിക്കുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ. നന്ദി, നമസ്കാരം.